അലിൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ്. 2 കുട്ടികൾക്കാണ് ഇതിൻ്റെ വൃക്ക, കരൾ, ഹൃദയവാൽവ് എല്ലാം നൽകിയത്. 6 മാസം പ്രായമുള്ള ദ്രിയക്കും 10 വയസ്സുള്ള ശ്രേയയ്ക്കും. ശ്രേയയ്ക്ക് വൃക്കയാണ് നൽകിയത്. ഒരു അപകടത്തെ തുടർന്ന് അലിൻ നൽകിയതാണിതെല്ലാം. വലിയ നമസ്കാരം. അലിൻ ജീവൻ്റെ തുടിപ്പുകൾ ബാക്കി നിർത്തി യാത്രയായി. അലിൻ ഷെറിൻ എബ്രഹാം. സംസ്കാര ചടങ്ങ് ഇന്നാണ്. സംസ്ഥാന ബഹുമതികളോടെയാണ് സംസ്കാരം. അലിൻ്റെ അവയവങ്ങളുമായി 2 പെൺകുട്ടികൾ ജീവിതത്തിലേക്ക് വരുന്നു. ഓരോ ദിവസവും പുതുമ നിറഞ്ഞ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അലിൻ്റെ കുടുംബത്തിനും വലിയ നമസ്കാരം. ഇന്ന് മഹാശിവരാത്രി. എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. ആലുവ മണപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു. ബലിത്തറകൾ ഒരുങ്ങി. ഇന്ന് ഒരിക്കൽ വ്രതമെടുത്ത് നാളെ ബലിയർപ്പിക്കുന്നു. അതാണ് ചടങ്ങ്. ഇന്ന് ഉറങ്ങാതിരിക്കുന്നു. പഞ്ചാക്ഷരി മുഴക്കിക്കൊണ്ട് ഓം നമഃ ശിവായ. ഇനി പ്രപഞ്ച കാഴ്ചകളിലേക്ക് പോവാം. പക്ഷികളും മറ്റും. മഹാരാജാസ് കോളേജ് ക്യാമ്പസിലെ വൃക്ഷത്തിൽ 38ഓളം പക്ഷികൾ. അതുകൂടെ നമുക്ക് കാണാം. പക്ഷികളുടെ പേര് കേട്ടോളൂ. ചെമ്പൻ മരംകൊത്തി, മഞ്ഞക്കിളി, വയൽക്കോതിക്കത്രിക, വലിയ വേലിത്തത്ത, ഈറ്റപ്പുളപ്പൻ, കാലിമുണ്ടി, ഇങ്ങനെ പോകുന്നു. ഇതിനെല്ലാം നിങ്ങൾക്കറിയാമോ? പിന്നെ പേനക്കാക്ക, അമ്പലപ്രാവ്, അതെല്ലാം നമ്മൾ സാധാരണ കരിങ്കുയിൽ സാധാരണ കാണുന്നതാണ്. ഇതെല്ലാം നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട്. പേനക്കാക്കയും അമ്പലപ്രാവ്, കരിങ്കുയിൽ, പരുന്ത്, ചക്കിപ്പരുന്ത്, ഇതെല്ലാം അറിയാമല്ലോ. ചെങ്കൊക്കൻ, ഇത്തിക്കണ്ണിക്കുരുവി, മഞ്ഞത്തേൻ കിളി, ഇവയൊക്കെയാണ് അധികമുള്ളത്. ഇവയുടെയൊക്കെ എണ്ണം കൂടുമെന്നാണ് ഗവേഷകർ പറയുന്നത്. ബേർഡ് കൗണ്ട് ഇന്ത്യ 3 മണിക്കൂർ നടത്തിയ നിരീക്ഷണത്തിലാണ് ഇവയെല്ലാം കണ്ടെത്തിയത്. ലവ് നേച്ചർ. ഇനി നമുക്ക് കലാലോകത്തിലേക്ക് കടക്കാം. മലയാള ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ കുടുംബ സംഗമത്തിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് പുരസ്കാരം ജേതാവായ മോഹൻലാലിനെയും പത്മഭൂഷൺ ജേതാവ് മമ്മൂട്ടിയെയും ആദരിക്കുന്നത് കാണാം. കലയോട് താല്പര്യമുള്ളവർക്കെല്ലാം വളരെ സന്തോഷം തരുന്ന കാഴ്ചയാണിത്. കലയോട് എല്ലാവർക്കും വലിയ താല്പര്യമാണല്ലോ. നിങ്ങളെല്ലാം എൻ്റർടൈൻമെൻറ്റ് സിനിമ കാണുമ്പോഴും മറ്റും എല്ലാം മറന്നിരിക്കാറില്ലേ? അപ്പോൾ അവർക്ക് വേണ്ടി ഇത് ഇടുന്നു. ഇനി അടുത്തത് വളരെ വിചിത്രമായ ഒരു സംഭവമാണ്. മനുഷ്യരുടെ കാപട്യം, കളവ് എല്ലാമാണ് ഇതെല്ലാം കാണിക്കുന്നത്. എന്നുവെച്ചാൽ മോഷണം നടത്തിയിട്ട് മാല, കമ്മൽ, ഇത് വിഴുങ്ങിയ കാര്യമാണ്. ആ വിഴുങ്ങിയത് സ്കാൻ ചെയ്തപ്പോഴേക്കും കണ്ടു, വയറ്റിൽ മാലയും കമ്മലൊക്കെ കണ്ടു. അതെടുക്കാനുള്ള ശ്രമം. പോലീസുകാരുടെ കാത്തിരിപ്പ് എന്ത് കഷ്ടമാണല്ലേ. അവരിങ്ങനെ കാത്തിരുന്ന് എന്തൊക്കെ വൃത്തികെട്ട പണികളൊക്കെയാണ് ചെയ്യേണ്ടി വരുന്നത്. ഇതെല്ലാം പ്രപഞ്ചത്തിൽ ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ
ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെ മിക്ക കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. അധികവും ചെടികളെ പറ്റിയും മറ്റുമാണ് പറയുന്നത്, പ്രകൃതി സംരക്ഷണത്തെ പറ്റിയാണ് പറയുന്നത്. എങ്കിലും ഇതുകൂടി ചേർക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂപ്പുകൈയുടെ ലക്ഷ്മി ശിവ.